Hi students, welcome back. ഈ വർഷത്തെ +1 എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് നമ്മൾ പല ചാപ്റ്റേഴ്സിന്റെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ്. Okay. First question. Blood pressure in human is greater at the feet than that at the brain. Explain why. ഹ്യൂമന്റെ ബ്ലഡ് പ്രഷർ അല്ലെ, ഒരു മനുഷ്യന്റെ ബ്ലഡ് പ്രഷർ എപ്പോഴും കൂടുതലായിരിക്കുന്നത് നമ്മുടെ പാദത്തിലാണ്, കാൽപാദത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ പ്രഷർ കൂടാനുള്ള കാരണം? അല്ലെ, ബ്രെയിനിലേക്കാളും കൂടുതൽ പ്രഷർ വരുന്നത് എവിടെയാണ്? കാൽപാദത്തിലാണ്. അത് എന്താണ് കാരണം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് പ്രഷറിൻ്റെത്. പ്രഷർ P is equal to H rho G. This is the pressure exerted by the liquid column. അപ്പൊ നമുക്കൊരു ലിക്വിഡ് കോളം ഉണ്ടെങ്കിൽ ആ ലിക്വിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അല്ലെ, H ഹൈറ്റ് ഉള്ള ലിക്വിഡ് കോളം, അതിന്റെ താഴെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണ് P is equal to H rho G. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ കേസില്, ഒരു മനുഷ്യന്റെ ബേസില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് പോർഷനില് അല്ലെങ്കിൽ ആ കാൽപാദത്തില് ബ്ലഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന H ഹൈറ്റ് ആണ്, ഇയാൾക്കുള്ള ഹൈറ്റ് H ആണ്. അപ്പൊ ബ്ലഡ് വെസൽസ് എല്ലാം ഉണ്ടല്ലോ, ആ ബ്ലഡ് വെസൽസ് എല്ലാം കൂടെ അല്ലെങ്കിൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് എന്തുവരും? അദ്ദേഹത്തിന്റെ ആ പാദത്തിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നതും എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും? H rho G. H ഹൈറ്റ് ഓഫ് ബ്ലഡ് കോളാണ് അതിന്റെ മേളിലുള്ളത് അല്ലെ. അപ്പോ എന്തുവരും? പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് എവിടെയായിരിക്കും കൂടുതൽ വരിക? താഴെ അല്ലെ. ഈ H ഹൈറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ആണ് P is equal to H rho G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ബ്ലഡ് ആണെന്നേ ഉള്ളൂ, ഇവിടെ വാട്ടറിന്റെ പോലെ തന്നെ ഇവിടെ ബ്ലഡ് ആണെന്നേ ഉള്ളൂ. ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? H rho G. അപ്പോ എന്തുവരും? അയാളുടെ പാദത്തിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. എച്ചിന്റെ വാല്യൂ കൂടുതലാകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രഷറും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ. Second question. If a student places the barometer in a lift, how the barometer reads? If the lift move accelerating up, lift accelerating down, lift falls freely under gravity. Okay. ഒരു കുട്ടി ഒരു ബാരോമീറ്റർ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മെർക്കുറി ബാരോമീറ്റർ. ഈ ബാരോമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ലിഫ്റ്റിൽ പ്ലേസ് ചെയ്തു. അപ്പൊ ലിഫ്റ്റ് മേളിലേക്ക് പോകുമ്പോൾ ആക്സിലറേറ്റിംഗ് അപ്പ് ആണെങ്കിൽ അവിടുത്തെ പ്രഷർ എങ്ങനെയാണ്? ഡൗൺ ആണെങ്കിൽ, ആക്സിലറേറ്റിംഗ് ഡൗൺ ആണെങ്കിൽ പ്രഷർ എങ്ങനെയാണ്? അതുപോലെ തന്നെ ലിഫ്റ്റ് ഫ്രീ ഫോൾ ആണെങ്കിൽ പ്രഷർ എങ്ങനെയാണ്? ഇവിടെ ബാരോമീറ്റർ മെഷർ ചെയ്യുന്നത് പ്രഷർ ആണ്. അപ്പൊ പ്രഷറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. പ്രഷർ P is equal to H rho G. പ്രഷർ P is equal to H rho G. ഓക്കെ. അപ്പൊ ബാരോമീറ്റർ മെഷർ ചെയ്യുന്ന പ്രഷർ P is equal to H rho G. ഇനി നമുക്ക് എടുക്കുന്നത് ലിഫ്റ്റ്. ഈ ലിഫ്റ്റില് എന്തുണ്ട്? ബാരോമീറ്ററിനെ പ്ലേസ് ചെയ്തു. ബാരോമീറ്റർ ആണെന്ന് എടുക്കാം. ഈ ലിഫ്റ്റ് എന്ത് ചെയ്യാണ്? ആക്സിലറേറ്റിംഗ് അപ്പ് ആണ് അല്ലെ, ആക്സിലറേറ്റ് ചെയ്ത് മേളിലേക്ക് പോവാണ്. അപ്പൊ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു, ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് അപ്പ് ആണെങ്കിൽ റിസൾട്ടന്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? G+A ആണ്. റിസൾട്ടന്റ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു G+A. അവിടെ നിന്ന് ഓർത്തെടുക്കുക. അപ്പൊ പ്രഷറിന്റെ ഇക്വേഷൻ എന്ത് വരും? ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് അപ്പ് ആണെങ്കിൽ പ്രഷർ ഈസ് ഈക്വൽ ടു H ഇൻറ്റു റോ ഇൻറ്റു G+A. അപ്പൊ പ്രഷർ G+A വരുന്നത് കൊണ്ട് പ്രഷർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ ബാരോമീറ്റർ എന്ത് ചെയ്യും? കൂടുതൽ റീഡിംഗ് കാണിക്കും. ഇനി ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് ഡൗൺ,
ലിഫ്റ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ, ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് ഡൗൺ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ടാ വരിക? ജി മൈനസ് എ. താഴേക്ക് വരുമ്പോൾ ജി മൈനസ് എ എന്നാണ് റിസൾട്ടന്റ് ആക്സിലറേഷൻ. അപ്പൊ നമ്മുടെ പ്രഷറിന്റെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എച്ച് റോ ഇൻറ്റു ജി മൈനസ് എ. അപ്പൊ റിസൾട്ടന്റ് ആക്സിലറേഷൻ കുറഞ്ഞു, പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ ഡിക്രീസസ്. ഇനി ലിഫ്റ്റ് ഫോളിംഗ് ഫ്രീലി, ഫ്രീ ആയിട്ട് താഴേക്ക് പോരാണ്. വെൻ ദ ലിഫ്റ്റ് ഫോൾസ് ഫ്രീലി, എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ജി എന്ന് എഴുതാം. അപ്പൊ ഈ ഇക്വേഷൻ എന്തായി മാറും? ജി മൈനസ് ജി. റിസൾട്ടന്റ് ആക്സിലറേഷൻ എന്ന് പറയുന്ന ജി മൈനസ് ജി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ പ്രഷറിന്റെ ഇക്വേഷൻ, പ്രഷർ പി ഈസ് ഈക്വൽ ടു എച്ച് റോ ഇൻറ്റു ജി മൈനസ് എക്ക് പകരം ജി എന്ന് എഴുതും. Therefore, resultant pressure is equal to 0. അപ്പോ പ്രഷർ ബാരോമീറ്റർ റീഡിംഗ് എത്രയായിരിക്കും കാണിക്കുക? 0. ഓക്കെ. അപ്പൊ ഈ 3 കേസും നമ്മൾ ലോസ് ഓഫ് മോഷന്റെ ചാപ്റ്ററുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പറയാം. റെയിൻ ഡ്രോപ്സ് ഫോളിംഗ് അണ്ടർ ഗ്രാവിറ്റി ഡു നോട്ട് അക്വയർ വെരി ഹൈ സ്പീഡ്, വെരി ഹൈ വെലോസിറ്റി. വൈ? റെയിൻ ഡ്രോപ്സ് എന്ത് ചെയ്യാണ്? ഫോൾ ചെയ്യാണ്. അപ്പോൾ ഒത്തിരി ഹൈറ്റ് മേളിൽ നിന്നാണ് വരുന്നത്. നമുക്കറിയാം, മേളിൽ നിന്ന് വരുന്നതിനനുസരിച്ച് താഴേക്ക് വരുന്തോറും വെലോസിറ്റി കൂടി കൂടി വന്നിട്ട് അല്ലെ, താഴെ എത്തുമ്പോൾ വെരി ഹൈ വെലോസിറ്റി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ റെയിൻ ഡ്രോപ്സ് ഫോളിംഗ് അണ്ടർ ഗ്രാവിറ്റി ഡു നോട്ട് അക്വയർ വെരി ഹൈ വെലോസിറ്റി. വെലോസിറ്റി കൂടുതൽ അക്വയർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഒരു റെയിൻ ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ റെയിൻ ഡ്രോപ്പില് ഏതൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക? ഓക്കെ, നമുക്കറിയാവുന്നതാണ് റെയിൻ ഡ്രോപ്പിന്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ഡ്രോപ്പ്? ഓക്കെ, അപ്പൊ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. അപ്പൊ അതൊരു ഫോഴ്സ് ആണ്. ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് വിച്ച് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലെങ്കിൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഓക്കെ, ഇനി എന്തുണ്ട്? ഒരു അപ്ത്രസ്റ്റ് ഉണ്ട്. ഈ അപ്ത്രസ്റ്റ് ആരാ കൊടുക്കുക? മേളിലേക്കുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ആരാ കൊടുക്കുക? എയർ റെസിസ്റ്റൻസ് ആണ്, എയർ ആണ്. അറ്റ്മോസ്ഫിയറിൽ എയർ ഉണ്ട്. എയർ അതിന് എന്ത് ചെയ്യും? മേളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോ അപ്ത്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അപ്ത്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്, ഈ ഡ്രോപ്പിന് എന്തുണ്ട്? സർഫസ് ടെൻഷൻ ഉണ്ട്. സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് അതെന്ത് ചെയ്യും? എപ്പോഴും അതിന്റെ ഉള്ളിലേക്കാണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്തൊരു ഇതിന്റെ ഇപ്പൊ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ സർഫസ് ടെൻഷൻ ഇതിന്റെ ഉള്ളിലേക്ക് സെന്ററിലേക്ക് ആക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുക. ഏതൊക്കെയാണ്? വെയിറ്റ് ഓഫ് ദ ബോഡി ഉണ്ട്, അപ്ത്രസ്റ്റ് ഉണ്ട്, പിന്നെ എന്തൊരു സർഫസ് ടെൻഷൻ. വെയിറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഡ്രോപ്പിന്റെ മാസില് ഗ്രാവിറ്റി കൊടുക്കുന്ന ഫോഴ്സ് ആണ്. അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് എയർ റെസിസ്റ്റൻസ് മേളിലേക്ക് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ആണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ആ ലിക്വിഡിന്റെ പ്രോപ്പർട്ടി കൊണ്ട് അതിന് കിട്ടുന്ന ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, താഴേക്ക് വരുന്തോറും വെയിറ്റിനെ ഒപ്പോസ് ചെയ്യാൻ ഇവിടെ ആരാ ഉള്ളത്? അപ്ത്രസ്റ്റ് എക്സേർട്ടഡ് ബൈ ദ എയർ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ എയർ ആണ്. എയർ കൊടുക്കുന്ന അപ്ത്രസ്റ്റ് മേളിലേക്കുള്ളത് കൊണ്ട് ഇതെന്ത് ചെയ്യില്ല? ഈ ഡ്രോപ്പ് സ്പീഡ് അല്ലെ, ഹൈ സ്പീഡ് അറ്റൈൻ ചെയ്യില്ല. അതിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അങ്ങനെ കുറഞ്ഞു ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ താഴേക്ക് ആക്ട് ചെയ്യുന്ന വെലോസിറ്റി അല്ലെങ്കിൽ ആ താഴേക്കുള്ള ഫോഴ്സും മേളിലേക്കുള്ള ഫോഴ്സും നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ്ഡ് ആവും. ഓക്കെ, മേളിലേക്കുള്ളത് ഇപ്പൊ സർഫസ് ടെൻഷന്റെ ഫോഴ്സ് ഉണ്ട്, അപ്ത്രസ്റ്റ് ഉണ്ട്. ഈ സർഫസ് ടെൻഷൻ പ്ലസ് അപ്ത്രസ്റ്റ് എന്ത് വരും? വെയിറ്റ് ഓഫ് ദ ബോഡി എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന. അപ്പൊ ഇത് രണ്ടും ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞ് പിന്നെ താഴേക്ക് വരുന്ന ഈ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. ആ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഒന്ന് ചുരുക്കി ഞാൻ പറയാം. നമ്മുടെ ആൻസർ ഇത്രയേ ഉള്ളൂ. താഴേക്ക് ഒരു റെയിൻ ഡ്രോപ്പ് താഴേക്ക് ഫോൾ ചെയ്യുമ്പോൾ അപ്ത്രസ്റ്റ്
എയർ എക്സേർട്ട് ചെയ്യുന്ന അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് മേളിലേക്ക് ഉള്ളത് കൊണ്ട് ആ ഡ്രോപ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വെരി ഹൈ വെലോസിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി അവിടെ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ലിക്വിഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്പ്? അപ്പൊ അതിനകത്ത് എന്തൊക്കെയുണ്ട്? വെയിറ്റ് ഓഫ് ദ ബോഡി, ഫസ്റ്റ് വൺ, വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്. സർഫസ് ടെൻഷൻ ഉണ്ട്. ഓക്കെ, അത് ആ ലിക്വിഡിന്റെ പ്രോപ്പർട്ടി കൊണ്ട് കിട്ടുന്നതാണ്. മൂന്നാമത്തത് അപ്ത്രസ്റ്റ്, എയർ റെസിസ്റ്റൻസ് കൊടുക്കുന്ന അപ്ത്രസ്റ്റ്. അപ്ത്രസ്റ്റും സർഫസ് ടെൻഷനും എന്തുവരും? ഇപ്പൊ നമ്മൾ പറയുന്ന അനുസരിച്ച് മേളിലേക്ക്, വെയിറ്റ് എന്തായിരിക്കും? താഴേക്ക്. അപ്പൊ അവ തമ്മിൽ എന്താവും? ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ബാലൻസ്ഡ് ആവും. ആ ബാലൻസ്ഡ് ആയി കഴിയുമ്പോൾ കിട്ടുന്ന വെലോസിറ്റി ആണ് ഇതെന്ന് പറയാ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലിക്വിഡ് ഡ്രോപ്പ് എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടിയേ താഴേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പൊ ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുവരും? ആ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിട്ട് താഴേക്ക് വരും. ഫോർത്ത് ക്വസ്റ്റ്യൻ, why does smaller water drops acquire spherical shape? ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ സ്പെറിക്കൽ ഷേപ്പ് എന്ന് വെച്ചാൽ റൗണ്ട് ആയിട്ടിരിക്കാനായിട്ട് കാരണം എന്താണ്? സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്? ഓക്കെ, അപ്പൊ ചെറിയ വാട്ടർ ഡ്രോപ്പ് ഉണ്ട്, വലിയ വാട്ടർ ഡ്രോപ്പ് ഉണ്ട്. ചെറിയ വാട്ടർ ഡ്രോപ്പില് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. സർഫസ് ടെൻഷൻ കൂടുതലാണ് ചെറിയ വാട്ടർ ഡ്രോപ്പില്. ഇവിടെ സർഫസ് ടെൻഷൻ എന്തായിരിക്കും? കുറവാണ്. അപ്പൊ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട്, കൂടുതലുള്ളത് കൊണ്ട് എപ്പോഴും ഈ സ്മോളർ ബബിൾ എന്ത് ചെയ്യും? അതിന്റെ സൈസ് അല്ലെങ്കിൽ ഏരിയ മിനിമൈസ് ചെയ്തിരിക്കാനാണ് ശ്രമിക്കുക. ഓക്കെ, ഏറ്റവും ഏരിയ കുറവുള്ള ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കലാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്തു. അവിടെ സർഫസ് ടെൻഷൻ കൂടുതലാണ്. സർഫസ് ടെൻഷൻ കൂടുതലുള്ളത് കൊണ്ട് എപ്പോഴും ഏരിയ കുറവായിട്ടിരിക്കാനാണ് ആ ബോഡി നോക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഏരിയ ഏറ്റവും കുറവ് ഏത് ഷേപ്പിനാണ്? സ്പെറിക്കൽ ഷേപ്പിനാണ്. അപ്പൊ അതെന്ത് ചെയ്യും? സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യും. ഓക്കെ, ഹോട്ട് സൂപ്പ് ഈസ് ടേസ്റ്റിയർ ദാൻ കോൾഡ് വൺ. ഓക്കെ, തണുത്ത് ഇരിക്കുന്ന സൂപ്പിനേക്കാളും ഹോട്ട് ആയിട്ടുള്ള സൂപ്പ് എന്താണ്? ടേസ്റ്റിയർ ആണ്. കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പൊ ഹോട്ട് സൂപ്പിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, ഹോട്ടാണ്. അപ്പൊ സർഫസ് ടെൻഷൻ എന്തായിരിക്കും? കുറവാണ്. സർഫസ് ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സൂപ്പിന് നമ്മുടെ ടങ്കില് അല്ലെങ്കിൽ എന്തും നമ്മുടെ നാക്കില് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ടേസ്റ്റും അതിനെന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. സർഫസ് ടെൻഷൻ കുറയുന്നത് കൊണ്ട് സൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാക്കിൽ മൊത്തം എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ എന്തുവരും ടേസ്റ്റ് ബഡ്സിലൊക്കെ എത്തും. എരിവ്, പുളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓരോരോ എന്തുവരും ടേസ്റ്റ് ബഡ്സിലെത്തി. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ടേസ്റ്റും നമുക്ക് കിട്ടും. ഓക്കെ, ടെമ്പറേച്ചർ കുറവാവുന്ന കേസിൽ, കോൾഡ് സൂപ്പിന്റെ കേസിൽ ടെമ്പറേച്ചർ കുറവാണ്. അപ്പൊ സർഫസ് ടെൻഷൻ കൂടുതലാണ്. അപ്പൊ അതെന്ത് ചെയ്യില്ല? സ്പ്രെഡ് ചെയ്യില്ല. അപ്പൊ അതാണ് ഹോട്ട് സൂപ്പ് ഈസ് മോർ ടേസ്റ്റിയർ ദാൻ ദാറ്റ് ഓഫ് കോൾഡ് സൂപ്പ് എന്ന് പറയുന്നത്. Sixth one, two soap bubbles A and B are blown at the ends of a tube as shown in figure. When the block C is removed, what happens to A and B? അപ്പൊ നമ്മള് ഇവിടെ കാണുന്നുണ്ട് ഒരു ട്യൂബ് വഴി A എന്ന് പറയുന്ന B എന്ന് പറയുന്ന രണ്ട് സോപ്പ് ബബിൾസ് ആ ട്യൂബിന്റെ രണ്ട് എൻഡിലും ഉണ്ടെന്ന് കണ്ടു. C എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സി എന്ന് പറയുന്ന ബ്ലോക്ക് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്കും ബിക്കും എന്ത് സംഭവിക്കും? ഓക്കെ, അപ്പൊ രണ്ട് സോപ്പ് ബബിൾസ് ഉണ്ട്. ആ സോപ്പ് ബബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്തൊരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബിന്റെ ഇടയിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്.
ആ ബ്ലോക്ക് അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്കും ബിക്കും എന്താണ് സംഭവിക്കുക? ഇതൊക്കെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്താണ് സംഭവിക്കുക? ഓക്കെ, ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിന്റെ ഈ എൻഡില് ഒരു എ എന്ന് പറയുന്ന ഒരു ബബിൾ ഉണ്ട്. ഇവിടെ ബി എന്ന് പറയുന്ന ഒരു ബബിൾ ഉണ്ട്. ഇവിടെ കണക്ടർ ഒരു ബ്ലോക്ക് ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്. അപ്പൊ നോക്കിയേ, ഈ ബബിൾ ചെറുതാണ്, ഈ ബബിൾ ആണെങ്കിൽ വലുതാണ് അല്ലെ? ചെറിയ ബബിളിന് വോളിയം കുറവാണ്. വോളിയം കുറവാകുമ്പോ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ ഇത് കുഞ്ഞതാണ്. അപ്പൊ അവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് അല്ലെ ഇരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ വോളിയം എന്താണ്? വോളിയം കൂടുതലാണ്. അപ്പൊ പ്രഷർ അവിടെ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എയർ മോളിക്യൂൾസ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സി ഉള്ളത് കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യില്ല? എയർ മൂവ് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യില്ല. ഇനി നമ്മൾ ഇവിടുന്ന് സി അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഇവിടെ പ്രഷർ കൂടുതലാണ്. അപ്പൊ പ്രഷർ കൂടിയ റീജിയനിൽ നിന്ന് പ്രഷർ കുറഞ്ഞ റീജിയനിലേക്ക് എന്ത് ചെയ്യും? എയർ പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ പ്രഷർ കൂടിയ റീജിയനിൽ നിന്ന് പ്രഷർ കുറഞ്ഞ റീജിയനിലേക്ക് എയർ എന്ത് ചെയ്യാണ്? പാസ് ചെയ്യാണ്. അങ്ങനെ എയർ പാസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള എയർ മുഴുവൻ അങ്ങോട്ട് പോകും. അപ്പൊ ഇവിടുത്തെ ആ ബബിൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പതുക്കെ ചുരുങ്ങാൻ തുടങ്ങും. ഇവിടുത്തെ ബബിൾ എന്ത് ചെയ്യാൻ തുടങ്ങും? വീർത്ത് വരും. ഓക്കെ, അപ്പൊ അതാണ് സംഭവിക്കുക. എയുടെ സൈസ് ഓഫ് എ എന്ത് ചെയ്യും? ഡിക്രീസ്. സൈസ് ഓഫ് എ എന്ത് ചെയ്തു? സൈസ് ഡിക്രീസ് ചെയ്തു. ഇവിടെ സൈസ് എന്ത് ചെയ്തു? സൈസ് ഓഫ് ബി ഇൻക്രീസ് ചെയ്തു. ഇതാണ് അവിടെ നടക്കുക. ഓക്കെ, നമ്പർ 7. When a thin tube is dipped in water, water rises in the tube through a height h. അപ്പൊ ഒരു തിൻ ട്യൂബ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ആ ട്യൂബിൽ കൂടെ വാട്ടർ മേളിലേക്ക് എച്ച് ഹൈറ്റിൽ ഉയർന്നു വരും. നെയിം ദ ഫിനോമിനൻ അല്ലെ? ആ ഫിനോമിന എന്താണ്? ഏത് ഫിനോമിന ആണ് അത്? Will the water overflow if the tube is having insufficient length? ട്യൂബിന്റെ സൈസ് അല്ലെങ്കിൽ ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് കുറവായിട്ടുള്ള ഒരു ട്യൂബ് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ വാട്ടർ ഓവർഫ്ലോ ചെയ്തു പോകുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഒരു വാട്ടറിൽ എന്ത് ചെയ്യാണ്? ഒരു ട്യൂബ് ഡിപ്പ് ചെയ്തപ്പോ എച്ച് ഹൈറ്റിലേക്ക് വാട്ടർ റൈസ് ചെയ്തു. അത് ഏത് ഫിനോമിനൻ ആണ് ഈ വാട്ടർ റൈസ് ചെയ്യാനുള്ള അല്ലെ? വാട്ടർ റൈസ് ചെയ്തിരിക്കുന്ന ഫിനോമിനൻ ഏതാണ്? ഇനി ഈ ട്യൂബിന്റെ സൈസ് നമ്മൾ കുറച്ചങ്ങ് കട്ട് ചെയ്തങ്ങ് കളയാം. അപ്പൊ എന്തുവരും? ഇൻസഫിഷ്യന്റ് ലെങ്ത് ആയി. ഇൻസഫിഷ്യന്റ് ലെങ്ത് ആണെങ്കിൽ വാട്ടർ ഓവർഫ്ലോ ചെയ്ത് പോകുമോ ഇല്ലയോ? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ ട്യൂബ് ഇതിനകത്തേക്ക് അല്ലെ ഇട്ടു. ചെറിയൊരു ട്യൂബാണ്. ഇട്ട് കഴിഞ്ഞപ്പോ ഈ ട്യൂബിനെ എന്ത് ചെയ്തു? വാട്ടർ ഈ ഹൈറ്റിലേക്ക് എച്ച് ഹൈറ്റിലേക്ക് റൈസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ട്യൂബിന്റെ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? കട്ട് ചെയ്തു എന്ത് ചെയ്തു? ട്യൂബിന്റെ ഹൈറ്റ് അങ്ങ് കുറച്ചു. ഓക്കെ, അപ്പൊ ആദ്യം ഇവിടം വരെ ഉണ്ടായിരുന്നു ട്യൂബിന്റെ ഹൈറ്റ്. ഇപ്പൊ ട്യൂബിന്റെ ഹൈറ്റ് എന്തേ ഉള്ളൂ? ഇത് ഇവിടം വരെ ഉള്ളൂ. അപ്പൊ ഇവിടെയുള്ള വാട്ടർ ഓവർഫ്ലോ ചെയ്ത് പോകുമോ ഇല്ലയോ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു കാപ്പിലറി ട്യൂബില്, ഞാൻ ഇത്തിരി വലുതാക്കി വരയ്ക്കുകയാണ്. കാപ്പിലറി ട്യൂബില് വെള്ളം ഇവിടം വരെ ഇതിങ്ങനെ റൈസ്. കാപ്പിലറി റൈസ് ആണ് എന്ത് ചെയ്യാം? വാട്ടർ കാണിക്കാം. കാപ്പിലറി ട്യൂബിനെ ഇത് കണ്ടോ? ഈ സൈഡിൽ കൂടെ മേളിലേക്ക് ഉയർന്നു പോവാണ്. അപ്പൊ കാപ്പിലറി റൈസ് ആണ് എന്ത് ചെയ്യാം? വാട്ടർ കാണിക്കാൻ. അപ്പൊ ഇതിന് സഫിഷ്യന്റ് ലെങ്ത് ഇല്ല എങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഈ കോൺകേവ് ആയിട്ടുള്ള ഈ ഷേപ്പ് പതുക്കെ എന്ത് ചെയ്യും? അത് കുറഞ്ഞ് എന്ത് ചെയ്തു? അത് ഫ്ലാറ്റ് ആയിട്ട് മാറും. ഇൻസഫിഷ്യന്റ് ലെങ്ത് വന്നു കഴിയുമ്പോൾ ഈ കോൺകേവ് ഷേപ്പ് പതുക്കെ എന്ത് ചെയ്യും? കുറഞ്ഞ് അതെന്തായി മാറും? ഫ്ലാറ്റ് ഷേപ്പ് ആവും. വെള്ളം മേളിലേക്ക് കയറി വരികയാണല്ലോ.
അപ്പോൾ അതെന്ത് ചെയ്യും? ഫ്ലാറ്റ് ആവും. ഫ്ലാറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിലെ ഇവിടുത്തെ പ്രഷറും എങ്ങനെയായിരിക്കും? മേളിലത്തെയും താഴത്തെയും പ്രഷർ ഈക്വൽ ആണ്. അപ്പൊ പ്രഷർ ഈക്വൽ ആവുമ്പോൾ പിന്നെ അത് ഓവർഫ്ലോ ചെയ്ത് പോവോ? ഇല്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സർഫസില് നമുക്ക് എന്തെന്ന് പറയാം? ഇവിടുത്തെ പ്രഷർ കൂടുതലാണ്, ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? കുറവാണ് അല്ലെ? പ്രഷർ കൂടുതലായതുകൊണ്ടാണ് അതിങ്ങനെ തള്ളി താഴേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യും? ഈ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ അതിന്റെ ആ കോൺകേവ് മെനിസ്കസ് എന്ത് ചെയ്യും? പതുക്കെ കുറഞ്ഞ് അത് ഫ്ലാറ്റ് ആയി മാറി. ഫ്ലാറ്റ് ആയപ്പോ മേളത്തെയും താഴത്തെയും പ്രഷർ ഈക്വൽ ആയി. അപ്പൊ വെള്ളം എന്ത് ചെയ്യില്ല? ഓവർഫ്ലോ ചെയ്ത് പോവില്ല. ഓക്കെ, ഈ ഫിനോമിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? കാപ്പിലറി റൈസ്. അപ്പൊ നെയിം ദ ഫിനോമിനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? കാപ്പിലറി റൈസ് ആണ്. കാപ്പിലാരിറ്റി എന്ന് പറയും. കാപ്പിലാരിറ്റി ആണ് ഇതെന്ന് പറയാ ഫിനോമിന. ഇനി ഇവിടെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകുമോ ഇല്ലയോ? ഓവർഫ്ലോ ചെയ്യില്ല. കാരണം എന്താണ്? അല്ലെ? അപ്പൊ ആ കോൺകേവ് മെനിസ്കസിന്റെ ആ കുഴിവ് കുറഞ്ഞു വന്ന് അത് എന്തായി മാറും? ഫ്ലാറ്റ് ആയി മാറുമ്പോൾ പ്രഷർ ഔട്ട്സൈഡും പ്രഷർ ഇൻസൈഡും എന്തായിരിക്കും? ഈക്വൽ. ഓക്കെ, കാപ്പിലറി റൈസിന്റെ ഫോർമുല അല്ലെ? ഹൈറ്റ് 2s cos theta divided by ROG എന്ന് പറയുന്ന ഇക്വേഷന്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളാം. 8th question. When air is blown between two balls, will they attract or repulse? രണ്ട് ബോൾസ് നമ്മൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ എയർ കടത്തി വിടുകയാണെങ്കിൽ അത് അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ബോൾസ് ആണ്. ഈ രണ്ട് ബോൾസിനും ഇടയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? എയർ കടത്തി വിട്ടു. ഓക്കെ, എയർ കടത്തി വിടുമ്പോ ഇവ തമ്മിൽ അടുത്ത് വരുമോ ഇവ തമ്മിൽ അകന്നു പോകുമോ? ഓക്കെ, അപ്പൊ നമ്മള് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറം എന്ന് പറയുന്നത് ബെർണോളിസ് തിയറം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം ആണ്. ബെർണോളിസ് തിയറത്തിന്റെ ഡെറിവേഷൻ പഠിച്ചോളണം. ബെർണോളിസ് തിയറത്തിൽ നമുക്കറിയാം പ്രഷർ കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യും? വെലോസിറ്റി കുറയും. ഒരു റീജിയനിലെ പ്രഷർ അല്ലെങ്കിൽ വെലോസിറ്റി, തിരിച്ചു പറയാം, വെലോസിറ്റി കൂടുന്ന റീജിയനിലെ പ്രഷർ കുറയും. അപ്പോ നമ്മൾ ഇതിന് ഇടയിലൂടെ എന്ത് ചെയ്യാണ്? എയർ നല്ല സ്പീഡിൽ കടത്തി വിടുകയാണ്. അപ്പൊ അവിടുത്തെ വെലോസിറ്റി എന്ത് ചെയ്തു? വെലോസിറ്റി കൂടി. വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ ഈ റീജിയനിലെ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഈ റീജിയനിലെ പ്രഷർ എന്താണ്? പ്രഷർ കുറവാണ്. അപ്പൊ അങ്ങനെ പ്രഷർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ പ്രഷർ കുറഞ്ഞ റീജിയൻ ആണ്. അപ്പൊ ഇവിടെയോ ഈ രണ്ട് ബോൾസിന്റെ അപ്പുറത്തെ സൈഡ് ഈ റീജിയനിലെ പ്രഷർ എന്താണ്? കൂടുതലാണ്. ഇവിടുത്തെ പ്രഷർ എന്താണ്? കൂടുതലാണ്. അപ്പൊ ഈ കൂടിയ പ്രഷർ എന്ത് ചെയ്യും? ഇതിനെ എന്ത് ചെയ്യും? തള്ളി ഉള്ളിലേക്ക് ആക്കും. അപ്പൊ ഈ രണ്ട് ബോൾസും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, അടുത്തടുത്തേക്ക് വരും. ഓക്കെ, ഇവിടെ എയറിന്റെ സ്പീഡ് കൂടുതലാണ്. അപ്പൊ അവിടുത്തെ പ്രഷർ എന്താണ്? കുറവാണ്. ബെർണോളിസ് തിയറം ആണ്. വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും? കുറയും. പ്രഷർ കുറയുമ്പോൾ പുറമേയുള്ള പ്രഷർ എന്താണ്? കൂടുതലാണ്. അപ്പൊ ആ ഹൈ പ്രഷർ ഈ ബോൾസിനെ എന്ത് ചെയ്യും? തമ്മിൽ അടുപ്പിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള പ്രഷർ കൂടുതലാണ്, ഇവിടെ നിന്നുള്ള പ്രഷറും കൂടുതലാണ്. അപ്പൊ രണ്ടും തമ്മിൽ അടുത്തടുത്ത് വരും. ഓക്കെ, ബെർണോളിസ് തിയറത്തെ ബേസ് ചെയ്തിട്ടാണ് ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 9th question. While traveling in aeroplane, it is advisable to remove ink from the fountain pen. Why? നമ്മൾ സാധാരണ ഹീറോ പെൻ അല്ലെങ്കിൽ മഷിപ്പേനയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ മഷിപ്പേന നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് എയറോപ്ലെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വൈസ് കിട്ടാറുണ്ട്. എന്തുവരും? ഈ മഷി മാറ്റിയിട്ട് ഫൗണ്ടൈൻ പെന്നിലെ മഷി മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? എയറോപ്ലെയിനിൽ ട്രാവൽ ചെയ്യാൻ. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫൗണ്ടൈൻ പെന്ന് എയറോപ്ലെയിനിൽ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഫൗണ്ടൈൻ പെൻ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിനകത്തുനിന്ന് ഇങ്ക് എന്ത് സംഭവിക്കും എന്നുള്ള കേസ് നമുക്ക് നോക്കാം. മേളിലേക്ക് പോകും തോറും എയറിന്റെ പ്രഷർ എന്ത് ചെയ്യാണ്? കുറയാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഇപ്പോ എർത്തിന്റെ സർഫസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ വെച്ചിട്ട്
എന്തുവരും? ഇത് പേനയാണെങ്കിൽ പേനയിൽ ഇത്രയും മഷി ഉണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി ആണ്, ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? പി തന്നെയായിട്ട് ബാലൻസ്ഡ് കണ്ടീഷനിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ബാലൻസ്ഡ് കണ്ടീഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈ പ്രഷറും ബാലൻസ്ഡ് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യില്ല, മേളിലേക്ക് അല്ലെങ്കിൽ ഇങ്ക് മേളിലേക്ക് പോരില്ല. അപ്പൊ നമ്മുടെ ഷർട്ട് ചീത്തയാവില്ല. പക്ഷെ മേളിലേക്ക് പോകും തോറും പ്രഷർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രഷർ കുറയും. അങ്ങനെ പ്രഷർ കുറയുമ്പോ എന്താ സംഭവിക്കുക? അല്ലെ, ഈ ഫൗണ്ടൈൻ പെൻ ഇപ്പൊ മേളിലാവുമ്പോ മേളിലത്തെ പ്രഷർ കുറവാണ്, താഴത്തെ പ്രഷർ പി തന്നെയല്ലേ, ഇവിടുത്തെ പ്രഷറിന് മാറ്റമൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഈ പ്രഷർ എന്തുവരും? കമ്പയർഡ് ടു ദിസ് എന്തായിരിക്കും? കൂടുതലാണ്. അപ്പൊ ഇവിടുന്ന് ആ മഷിയെ തള്ളി എന്ത് ചെയ്യും? മേളിലേക്ക് ഉയർത്തും. അപ്പൊ നമ്മുടെ ഷർട്ടിലൊക്കെ എന്ത് ചെയ്യും? മഷിയാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന, ആ ഫൗണ്ടൈൻ പെന്നില് മഷി നിറച്ചിട്ട് എയ്റോപ്ലെയിനിൽ യാത്ര ചെയ്യരുത് എന്ന് പറയാം. അതെന്ത് ചെയ്യാണ്? മേളിലേക്ക് ചെല്ലുന്തോറും പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ പേനയുടെ ഉള്ളിലെ പ്രഷർ പുറത്തെ പ്രഷറേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ മഷി പുറത്തേക്ക് പോരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, that's all about today's portion.